CPI മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. CPIയുടെ മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വൈകിട്ട് 3:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഉയർത്തിയ എതിർപ്പുകൾ CPM ഏറ്റ പ്രഹരത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം അത് അംഗീകരിച്ചിരിക്കുന്നു CPI എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കും. വൈകിട്ട് 3:30 ഈ യോഗം. ഈ വാർത്തയും 24-ൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ എഡിറ്റർ R. ശ്രീജിത്ത് വിശദാംശങ്ങൾ പറയൂ. ദിലീപ്, CPIഎമ്മിന്റെ അനുനയ നിർദ്ദേശത്തിന് CPIയും വഴങ്ങുകയാണ്. ഇപ്പോൾ CPI നേതാക്കളുടെ അനൗപചാരികമായ കൂടിയാലോചനയിലാണ് ഈ ധാരണ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. 1 മണിക്ക് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും അനുനയ നിർദ്ദേശത്തിന്, സമവായ നിർദ്ദേശത്തിന് CPIയും വഴങ്ങുകയാണ്. ധാരണാപത്രം മരവിപ്പിക്കലെന്ന CPIഎം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശം സ്വീകാര്യമാണ് എന്ന നിലപാടിലേക്ക് CPIയും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അനുരഞ്ജനത്തിന്റെ പാത വെട്ടിത്തുറന്നിരിക്കുന്നു. മുന്നണിയിൽ കലഹത്തിന് ഇടയാക്കിയ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് രണ്ട് പാർട്ടികൾക്കും മുഖം രക്ഷിക്കാവുന്ന ഒരു സമവായ നിർദ്ദേശത്തിലേക്ക്, അനുരഞ്ജനത്തിന്റെ തലത്തിലേക്ക് എത്തുന്നു എന്നതാണ് കാര്യം. എന്തായാലും 1 മണിക്ക് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. വൈകുന്നേരം 3:30 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുത്തേക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്താണ് ഈ നിർണായക വാർത്തയും ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കും. CPIയുടെ 4 മന്ത്രിമാരും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. 24-ൽ ഈ വാർത്ത ആദ്യം പ്രേക്ഷകർക്ക് ആധികാരികമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. 24 ഈ വാർത്ത പുറത്തുവിടുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിരിക്കുന്നു, തീരുമാനത്തിലെത്തിയിരിക്കുന്നു. CPIഎം നൽകിയ കത്ത് അംഗീകരിച്ചിരിക്കുകയാണ്. അന്തിമ തീരുമാനം അല്പസമയത്തിനകം ചേരുന്ന CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, രാവിലെ ചേർന്ന സെക്രട്ടേറിയറ്റിന് പുറമെ മറ്റൊരു സെക്രട്ടേറിയറ്റ് യോഗം കൂടി ചേരാൻ പോവുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്ന തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കും. R. ശ്രീജിത്ത് തുടരുന്നു. ശ്രീജിത്ത് പറയൂ. ദിലീപ്, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം സമവായത്തിന്റെ പാത തെളിഞ്ഞിരിക്കുന്നു. രണ്ട് പാർട്ടികൾക്കുമിടയിൽ ഉരുണ്ടുകൂടിയിരുന്ന ആ സമ്മർദ്ദത്തിന്റെ അന്തരീക്ഷത്തിന് അയവ് വന്നിരിക്കുന്നു. എന്തായാലും CPI മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് CPIയും വഴങ്ങിയതാണ് അനുരഞ്ജനത്തിന്റെ പാത വെട്ടിത്തുറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതാണ്. അതായത് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഈ മാസം 16 തീയതിയിൽ ഒപ്പുവെച്ച ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തെഴുതും. ആ കത്തെഴുതിയ വിവരം വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പരസ്യമായി പറയും. മാത്രമല്ല, അതുവരെ ഈ ധാരണാപത്രം മരവിപ്പിക്കുന്ന നടപടിക്കിടെ PM ശ്രീ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ LDFിൻ്റെയോ മന്ത്രിസഭയുടെ ഒരു ഉപസമിതി രൂപീകരിക്കും. ആ ഉപസമിതിയുടെ കാര്യങ്ങളും മറ്റും നവംബർ 2-ന് ചേരുന്ന LDFിൻ്റെ നേതൃയോഗം ചർച്ച ചെയ്യും. ആ നേതൃയോഗത്തിൽ കരാറിൽ ഏകപക്ഷീയമായി ഒപ്പിടാനിടയായ സാഹചര്യം വിശദീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നേരിട്ട് പങ്കെടുക്കും. തുടങ്ങിയ പരിഹാര നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ പരിഹാര നിർദ്ദേശങ്ങൾ CPIക്ക് കൂടി സ്വീകാര്യമായതോടെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3:30 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കുമെന്ന കാര്യം ഉറപ്പിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.